പീസ്ഫുൾ ഫാമിലി ഗേറ്റ് വേ നോക്കുന്നുണ്ടോ? എന്നാൽ നിലമ്പൂരിലെ വൈൽഡ് സ്ട്രീം റിസോർട്ട് നല്ല ഒരു ഓപ്ഷനാണ്. വൈൽഡ് സ്ട്രീം സിംഫണി ഓഫ് നേച്ചർ, പ്രകൃതിയുടെ സ്വരലയം. കാടും കരയും അരുവിയും മലകളും ചേർന്ന് നിലനിൽക്കുന്ന ഒരു പ്രിയപ്പെട്ട ഇടം. വൺസ് ഇവിടെ സ്റ്റേ ചെയ്താൽ you will definitely want to come back, not just for the place but for the feelings it gives. No crowd, private feel, pure nature and moments that stay in your heart. Location Nilambur. Nature lovers, this is your calling. KL71 ന്യൂസ് ജനഹിതത്തിൽ ഇപ്പോൾ നമ്മളുള്ളത് കരുളായി പഞ്ചായത്തിലെ 13-ാം വാർഡിലാണ്. 13-ാം വാർഡിൽ വളരെ ശക്തമായിട്ടുള്ളൊരു പോരാട്ടമാണ് നടക്കുന്നത്. തീർച്ചയായിട്ടും ആ പോരാട്ടത്തിൽ വിജയിക്കപ്പെടുന്ന ആൾ ആ വാർഡിന് ഏറ്റവും പ്രിയപ്പെട്ട ആളായി മാറുകയും ചെയ്യും. ഇപ്പോൾ നമ്മോടൊപ്പമുള്ളത് UDF സ്ഥാനാർത്ഥി ശ്രീ TP സിദ്ദിഖാണ്. സിദ്ദിഖിന്റെ വിജയപ്രതീക്ഷകളും അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാടുകളുമാണ് ഇവിടെ പങ്കുവയ്ക്കപ്പെടുന്നത്. നമുക്ക് സംസാരിക്കാം. നമസ്കാരം. നമസ്കാരം. തെരഞ്ഞെടുപ്പിനെ വീണ്ടും അഭിമുഖീകരിക്കുകയാണ്. തീർച്ചയായിട്ടും. എന്താണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു പ്രത്യേകത? ഞാൻ ആദ്യമായി 2025 വർഷം മുമ്പ് പഞ്ചായത്തിലേക്ക് മത്സരിച്ച് വിജയിച്ച് പഞ്ചായത്ത് പ്രസിഡൻ്റായ ഒരു വാർഡ് എന്നുള്ളത് കൊണ്ട് തന്നെ എനിക്ക് സുപരിചിതരായ ഒരു പ്രദേശമാണ് ഇവിടെ. ഓരോ വീട്ടുകാരെയും വ്യക്തിപരമായി അറിയാവുന്ന, പേരെടുത്ത് വിളിക്കാൻ പറ്റുന്ന ഒരു പ്രദേശമാണ്. മാത്രമല്ല UDFൻ്റെ ഒരു ശക്തമായ സംഘടനാ ശക്തിയുള്ള ഒരു പ്രദേശം കൂടിയായതിനാലും എനിക്ക് ഈ ജനങ്ങളോടുള്ള ബന്ധം നിലനിർത്തിയും ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യം കൊണ്ടും തീർച്ചയായും എൻ്റെ വിജയത്തിൽ ഒരു സംശയവും ഇല്ല. ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷമാണ് നമ്മൾ മത്സരരംഗത്ത്. തീർച്ചയായിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു ഒരു അനുഭവം ഉണ്ടാവുമല്ലോ. കഴിഞ്ഞ ഒരു ഇടവേളയ്ക്കിടയിൽ ഉണ്ടായ ഒരു അനുഭവം ഉണ്ടാവുമല്ലോ. തീർച്ചയായിട്ടും. ഈ തെരഞ്ഞെടുപ്പിന്റെ ഒരു അനിവാര്യത അല്ലെങ്കിൽ താങ്കൾ തെരഞ്ഞെടുക്കപ്പെടേണ്ടതിന്റെ ഒരു അനിവാര്യത എന്താണ് എന്ന് വെച്ചാൽ ഇവിടെ എന്തെല്ലാമാണ് ഇനി വരേണ്ടത്, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങൾ എന്താണ്? നമ്മുടെ ഈ 1994 നടപ്പിലാക്കിയ പഞ്ചായത്തി രാജ് നിയമത്തിന് ശേഷം ഈ പ്രാദേശിക വികസനം വളരെ സങ്കീർണമായ ഒരു കാര്യമാണ്. തികച്ചും സാങ്കേതികമായ കുറേ നടപടിക്രമങ്ങളുടെ വേണം ഈ പദ്ധതി രൂപീകരണത്തിലേക്കും അത് നാട്ടിൽ വികസനമായി രൂപപ്പെടുത്തേണ്ടതിലേക്കും വരേണ്ടത്. ഈ നിയമത്തിൻ്റെ ഭാഗം തന്നെ എല്ലാ വാർഡുകളും വർഷം ആവർത്തന സ്വഭാവത്തിൽ മാറി സംവരണം വരുന്നത് കൊണ്ട് കൃത്യമായി നിശ്ചിതമായ ഒരു മെമ്പറെ അല്ലെങ്കിൽ പരിചയസമ്പന്നരായ ഒരു പ്രതിനിധിയെ കിട്ടുക എന്നുള്ളത് വളരെ ദുർലഭമാണ്. ഈ വർഷം ജനറലായ വാർഡിൽ മത്സരിച്ച ഒരു വ്യക്തിക്ക് അടുത്ത വർഷം മത്സരിക്കണമെങ്കിൽ മറ്റു വാർഡിനെ ആശ്രയിക്കേണ്ടി വരും. സ്വാഭാവികമായിട്ടും സംഘടനാപരമായ കാര്യങ്ങളൊക്കെ പാർട്ടി അനുവദിക്കുകയും ചെയ്തെങ്കിൽ മാത്രമേ അങ്ങനെ ഒരാളെ നമുക്ക് കിട്ടാൻ പറ്റുള്ളൂ. നമ്മൾ കഴിഞ്ഞ കുറേ കാലങ്ങളായി നോക്കുമ്പോൾ, കഴിഞ്ഞ 4-5 തവണയായിട്ട് നോക്കുമ്പോൾ, ഒരു ഭരണസമിതി കഴിഞ്ഞ് തൊട്ടടുത്ത ഭരണസമിതിയിൽ മുമ്പുണ്ടായിരുന്ന 2-3 അംഗങ്ങളെ കണ്ടെത്തുന്നുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോകണം. എന്നെ സംബന്ധിച്ചിടത്തോളം 3 തവണ ജയിക്കുകയും 1 തവണ പഞ്ചായത്ത് പ്രസിഡന്റ് ആവുകയും 95-ലെ ആദ്യ ജനകീയാസൂത്രണം തുടങ്ങിയ കാലഘട്ടത്തിൽ ഏക ചെയർമാൻ ഉള്ള കാലത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായ പ്രവർത്തിച്ച ഒരു അനുഭവം കഴിഞ്ഞ 10 വർഷത്തെ എൻ്റെ ഇടവേളയിൽ എനിക്ക് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നമ്മൾ ഉദ്ദേശിച്ച രീതിയിൽ ഈ പ്രാദേശിക വികസനത്തെ ആസൂത്രണം ചെയ്ത് രൂപീകരിക്കാൻ മുമ്പ് 2015 വന്ന ഒരു ഭരണസമിതിക്ക് കഴിഞ്ഞിട്ടില്ല. അതെന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിൽ അത്തരത്തിൽ പരിചയസമ്പന്നരായ അംഗങ്ങളുടെ കുറവ് വലിയൊരു ഘടകം. അത് ബാധിക്കുന്നത് തീർച്ചയായിട്ടും ഈ നാടിൻ്റെ വികസനത്തിനെയാണ്, നമുക്ക് കിട്ടുന്ന ഫണ്ടുകളെയാണ്, നമ്മൾ രൂപീകരിക്കുന്ന പദ്ധതികളുടെ ജനപക്ഷത്തു നിന്നുള്ളൊരു കാഴ്ചപ്പാടുമാണ്. അതില്ലാത്തത് കൊണ്ട് ഇപ്പോൾ എൻ്റെ പാർട്ടി ഈ പ്രാവശ്യം എന്നെ നിർബന്ധിച്ച്, എനിക്ക് കഴിഞ്ഞ തവണ ഞങ്ങളുടെ പാർട്ടിയുടെ മാനദണ്ഡ പ്രകാരം 3 തവണ തിരഞ്ഞെടുക്കപ്പെട്ടവർ മത്സരിക്കാൻ പാടില്ല എന്നൊരു നിബന്ധനയുടെ പേരിൽ കഴിഞ്ഞ വർഷം മാറി നിൽക്കുകയായിരുന്നു. ഈ വർഷം ആ നിബന്ധനയിൽ ഇളവ് വരുത്തി 3 വർഷം കഴിഞ്ഞവർക്ക് 1 തവണ കൂടെ അവസരം കൊടുത്തുകൊണ്ടാണ് ഞാൻ ഈ പ്രാവശ്യം മത്സരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഭരണസമിതിയിൽ ഒരു പരിചയമുള്ള ഒരു മെമ്പർ എന്നുള്ള നിലക്ക് എനിക്ക് വലിയ പ്രതീക്ഷയാണ് ഈ വരുന്ന ഭരണസമിതി. വാർഡിനെ സംബന്ധിച്ച് എന്താണ് പ്രത്യേകമായിട്ട് പറയാൻ സാധിക്കുക എന്ന് വെച്ചാൽ ഇവിടുത്തെ ഒരു അന്തരീക്ഷം എന്താണ്, എത്ര പോപ്പുലേഷൻ ഉണ്ട്, പിന്നെ ഇവിടുത്തെ അത്യാവശ്യമായിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു വികസന പ്രവർത്തനം അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യം? നമ്മൾ പഞ്ചായത്തിൻ്റെ ഒരു ഭരണ പരിധിയിൽ ഇരുന്നു കൊണ്ട് ചിന്തിക്കുമ്പോൾ സാധാരണഗതിയിൽ പാർപ്പിടമാണ് ഈ നാട്ടിലെ പ്രധാന പ്രശ്നം. കഴിഞ്ഞ 5 വർഷത്തെ ഭരണസമിതി ധാരാളം വീടുകൾ ലൈഫ് പദ്ധതിയിൽ അനുവദിച്ച ഒരു പ്രദേശമാണത്. 568 ആളുകൾക്ക് കഴിഞ്ഞ 5 കൊല്ലം കൊണ്ട് ലൈഫ് പദ്ധതിയിൽ വീട് കൊടുത്തൊരു പഞ്ചായത്താണ്. എന്ന് പറഞ്ഞാൽ 2020-ലെ
ലൈഫ് ഗുണഭോക്താക്കളുടെ പട്ടികയിലുള്ള 100% പേർക്കും വീട് അനുവദിച്ച് ഇറങ്ങിപ്പോകുന്ന ഒരു ഭരണസമിതിയാണുള്ളത്. ആത്മവിശ്വാസത്തോടെയാണ് നമ്മൾ തെരഞ്ഞെടുപ്പിനെ തീർച്ചയായിട്ടും. അപ്പം അങ്ങനെ ഇനിയിപ്പോൾ ഉള്ളതും ഇനിയും പുതിയ വർഷങ്ങൾ ഓരോ വർഷം കൂടുന്തോറും കൂടുതൽ ഭവനരഹിതരായുടെ പട്ടിക നീണ്ടുവരിക. അത് കൊടുക്കുക എന്നുള്ളത് പ്രഥമ പരിഗണന തന്നെയാണ്. പിന്നെ നമുക്കിവിടെ ഈ വന്യമൃഗശല്യത്തിന്റെ പ്രശ്നം ഇല്ല. ഈ പ്രദേശത്ത് പന്നിയാണ്. പന്നി ശല്യം വളരെ അധികം ഉണ്ട്. അതിനുള്ള പരിഹാരം നിലവിലുള്ള ഒരു നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ തന്നെ നമ്മൾ ഷൂട്ടർമാരെ വെച്ചിട്ടുണ്ട്. അവർ വന്ന് പന്നി ശല്യം ഉള്ളിടത്ത് വന്ന് അവരെ കൊന്ന് നശിപ്പിക്കുന്ന ഒരു സംവിധാനം ഇപ്പോൾ അവിടെ വിജയകരമായി നടപ്പിലാക്കുന്നു. നമ്മൾ ഇനി പിന്നെ എത്ര റൗണ്ട് പൂർത്തീകരിച്ചു? 2ാമത്തെ റൗണ്ടിലേക്ക് പ്രവേശിച്ചു. സാധാരണഗതിയിൽ പിന്നെ വോട്ടെടുപ്പിന് മുമ്പായി നമുക്ക് എത്ര റൗണ്ട് പോകാൻ സാധിക്കുന്നതാണ് പ്രതീക്ഷ? എനിക്ക് പരിചയമുള്ള വീടായതുകൊണ്ട്, എനിക്ക് വ്യക്തിപരമായി അറിയാവുന്ന വീടുകളായതുകൊണ്ട് ഒരു തവണ ഞാൻ മുഴുവൻ വീടുകളും സന്ദർശിച്ചെങ്കിലും ഞാൻ ചെന്ന സമയത്ത് കാണാൻ പറ്റാത്ത ആളുകളുണ്ട്. അവരെ 2ാമത്തെ ഘട്ടത്തിൽ കണ്ട് അവരെ സമീപിക്കുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ 2ാം ഘട്ടത്തിന്റെ ലക്ഷ്യം. തീർച്ചയായിട്ടും. അപ്പോൾ എല്ലാവിധ വിജയാശംസകളും. തീർച്ചയായും. സന്തോഷം. ഓക്കെ. തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. വളരെ സജീവമായിട്ട് മത്സരാർത്ഥികളൊക്കെ രംഗത്തുണ്ട്. ഈ വാർഡിൽ ആരാ ജയിക്കുന്ന വിചാരിക്കുന്നത്? UDF തന്നെ. UDFന്റെ സ്ഥാനാർത്ഥി TP സിദ്ദീഖ് അല്ലേ? TP സിദ്ദീഖ് ജയിക്കുമെന്നാണ്. എന്താണ് അങ്ങനെ ജയിക്കുമെന്ന് പറയാൻ കാരണം? ഞങ്ങൾ ഇവിടെ ഈ വാർഡിൽ കൂടുതലും അവർ തന്നെ ജയിച്ചിട്ടുള്ളൂ. UDF ജയിച്ചിട്ടുള്ളൂ. ഇത് UDFന്റെ ഒരു വാർഡാണ്. കാരണം ഇപ്പം 3 വാർഡും കൂടി കൂടിയിട്ടാണ് ഇപ്പോൾ ഒരു വാർഡാക്കിയത്. അപ്പോൾ ചെറിയൊരു ഇത് വരുമെങ്കിൽ പോലും ജയിക്കും. ജയിച്ചാൽ എന്ത് ചെയ്യണമെന്നാണ് ആഗ്രഹിക്കുന്നത്? അദ്ദേഹം ജയിച്ചു വന്നാൽ നമുക്ക് ആദ്യം ചെയ്തു തരേണ്ട കാര്യം എന്താണ്? ആദ്യം ഞങ്ങളെ ഇപ്പം ഈ റോഡിൻ്റെ പണി എന്താണ് മഴ പെയ്താലേ ഇവിടെ ഇങ്ങനെ വെള്ളം നിൽക്കും, വെള്ളം കെട്ടിക്കുകയാണ്. കാരണം ഇത് കോൺക്രീറ്റ് ഇട്ട റോഡാണ്, പഞ്ചായത്തിൻ്റെ വർക്ക് തന്നെയാണ്. എന്നാലും ഇവിടെ ഇങ്ങനെ മഴ പെയ്താൽ ഇവിടെ വെള്ളം കെട്ടിക്കുക. അത് മൂപ്പർ ജയിച്ചാൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ, അല്ല പറയാൻ പറ്റില്ലല്ലോ. തീർച്ചയായിട്ടും. അപ്പം ഓക്കെ. തെരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിലായിരിക്കും അല്ലേ? അപ്പോ പിന്നെ ഈ വാർഡിൽ ആര് ജയിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായിട്ടും UDFന്റെ സ്ഥാനാർത്ഥി TP സിദ്ദീഖ് വൻ ഭൂരിപക്ഷം. അങ്ങനെ ഒരു ആത്മവിശ്വാസത്തിലേക്ക് വരാനുള്ള തീർച്ചയായിട്ടും ഞങ്ങൾ ഫീൽഡിൽ പോകുന്ന ആളുകളാണ്. നമ്മൾ വോട്ടർ പട്ടികയും അതുപോലെ തന്നെ ആളുകളെ പ്രതികരണം കേൾക്കുമ്പോൾ ഈ പിണറായി സർക്കാരിനോടുള്ള ഒരു വെറുപ്പ് അത് വോട്ടായി ഞങ്ങളിലേക്ക് എത്തും. തീർച്ചയായിട്ടും. കാരണം എന്താ വെച്ചാൽ കഴിഞ്ഞ 5 വർഷമായിട്ട് UDF ഭരണസമിതിയാണ് കേരളായി പഞ്ചായത്ത് ഭരിക്കുന്നത്. ആ ഭരണസമിതിയുടെ നേട്ടങ്ങൾ മാത്രം ഉയർത്തി കാണിച്ചാൽ ഈ നാട്ടിലെ ജനങ്ങളുടെ വോട്ട് കിട്ടുമെന്നുള്ള ഉറപ്പ് ഞങ്ങൾക്കുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷങ്ങളിൽ 10 വർഷമായിട്ട് ഈ വാർഡ് പഴയ 13ാം വാർഡിൽ മെമ്പർ ഒരു അഭാവം എല്ലാ ആളുകളും ഉണ്ടായത്. മെമ്പർ ഉണ്ടായിട്ടും മെമ്പർ ഇല്ലാത്തൊരവസ്ഥ, ആളുകൾ ഒരു അനാഥമായ ഒരു അവസ്ഥയാണ് ഈ വാർഡിൽ ഉണ്ടായിരുന്നത്. ആ ഒരു അവസ്ഥയിൽ നിന്നൊരു മോചനം എല്ലാവരും പ്രതീക്ഷിക്കുന്നുണ്ട്. ആ ഒരു ഉറപ്പും കൂടിയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. UDFന്റെ മെമ്പർ വന്നു കഴിഞ്ഞാൽ ഇവിടെ മെമ്പർ ഉണ്ടാവും, അതുപോലെ ഞങ്ങൾ എല്ലാവരും ഉണ്ടാവുന്ന ഒരു ഉറപ്പാണ് ഞങ്ങൾ വാർഡിലെ ആളുകൾക്ക് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കൂടെ എല്ലാവരും നിൽക്കും എന്നുള്ള ഉറപ്പ് ഞങ്ങൾക്ക് തീർച്ചയായിട്ടും. സിദ്ദീഖ് തീർച്ചയായിട്ടും ജയിക്കും. കാരണം എന്തായാലും ഒരു 100 വോട്ടിന്റെ ഭൂരിപക്ഷം തന്നെയാണ്. അതെ. അങ്ങനെ വരുമ്പോൾ നമ്മൾ എന്താണ് ആദ്യം പുള്ളി ജയിച്ചു വന്നതിന് ശേഷം നമ്മൾ ആദ്യം ആവശ്യപ്പെടുന്നത് എന്തായിരിക്കും? ഈ വാർഡിൽ നമ്മുടെ പല ഭാഗത്തും ഹൈമാസ് ലൈറ്റുകൾ, മിനിമാസ് ലൈറ്റുകൾ. ഒരു സംശയമില്ല, UDFന്റെ സ്ഥാനാർത്ഥി നമ്മുടെ സിദ്ദീഖ് വിജയിക്കും. സംശയമില്ല. ഓക്കെ. പിന്നെ ഇവിടെ ഉള്ള വോട്ടർമാരുടെ ഒരു പ്രതികരണം എന്തായിരിക്കും? വളരെ അനുകൂലമായ പ്രതികരണമാണ്. അതായത് ഇതിന് ഈ വാർഡ് ഒരു പ്രത്യേകത ഉണ്ട്. ഇവിടെ 2 പ്രാവശ്യം ഉപതെരഞ്ഞെടുപ്പ് നടത്തിയിരുന്നു. അതിൽ ഈ ഭാഗം എന്ന് പറഞ്ഞാൽ ഒന്നാം ഭാഗം ഒരു ബൂത്ത്, ആ 2 ഇലക്ഷനിലും നല്ല ഭൂരിപക്ഷത്തോടെയാണ് ഈ വാർഡ് ജനങ്ങൾ UDFനെ ഏറ്റെടുത്തിട്ടുള്ളത്. ആ ഒരു വ്യത്യാസമുണ്ട്. 400 വോട്ടിനാണ് കഴിഞ്ഞ പ്രാവശ്യം, കുറഞ്ഞ ഒരു 1.5 വർഷമായിട്ടുള്ളൂ. ഈ കഴിഞ്ഞ ഇലക്ഷനിൽ 400 വോട്ടിൻ്റെ ലീഡിനാണ് കഴിഞ്ഞ 12ാം വാർഡ്, ഇപ്പോൾ 13ആയി, കഴിഞ്ഞ 12ാം വാർഡ് വിജയിച്ചിട്ടുള്ളത്. അത് വലിയൊരു ആത്മവിശ്വാസം തന്നെയാണ്. തീർച്ചയായിട്ടും. ഇവിടെ പല വോട്ടർമാരോട് നമ്മൾ ചോദിച്ചിരുന്ന സമയത്ത് പല വിഷയങ്ങൾ പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിരുന്നു ഈ റോഡിൽ വെള്ളം കെട്ടി നിന്നിട്ട് മഴക്കാലത്ത് വലിയ പ്രശ്നം ഉണ്ടാവുന്നു. പരിഹരിക്കാവുന്ന പ്രശ്നമാണ്. എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കണം. പ്രധാനമായിട്ടും നേരത്തെ പറഞ്ഞ പോലെ, നമ്മളെ സ്ഥാനാർത്ഥിയൊക്കെ പറഞ്ഞ പോലെ തന്നെ പാർപ്പിട സൗകര്യം. ഒരാൾ പോലും നമ്മളെ വാർഡിൽ വാടകയ്ക്ക് താമസിക്കുന്ന ഒരു ഗതികേട് ഉണ്ടാവില്ല. എല്ലാവർക്കും സ്വന്തമായൊരു വീട് എന്നുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കുന്നതിലേക്കാണ് ഞങ്ങൾ പോകുന്നത്. സിദ്ദീഖ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താണോ, ഇവിടെയുള്ള ജനങ്ങൾക്ക് ഒരു കാര്യം ആവശ്യപ്പെടേണ്ട ഒരു
അവസ്ഥ ഉണ്ടാവില്ല. കാരണം അത് കണ്ടറിഞ്ഞ് ചെയ്യുന്ന ഒരു നേതാവ് തന്നെയാണ് അദ്ദേഹത്തിന്. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ഉപതെരഞ്ഞെടുപ്പിൽ 400ഓളം വോട്ടിനാണ് ഇവിടുത്തെ സ്ഥാനാർത്ഥി UDFൻ്റെ സ്ഥാനാർത്ഥി ജയിച്ചത്. അതുപോലൊരു വിജയം, മിന്നും വിജയം സിദ്ദിഖാക്ക് ഉണ്ടാവും എന്നുള്ളത് തീർച്ചയായും ഒരു ആത്മവിശ്വാസത്തോടെ തന്നെയാണ് ഞങ്ങൾ വോട്ടർമാർ എന്നുള്ള രീതിയിൽ ഞങ്ങൾ പറയുന്നത്. കാരണം എല്ലാ വീടുകളിൽ നിന്നും നല്ല രീതിയിലുള്ള ഒരു ഇങ്ങോട്ട് പറയുന്ന ഒരു അവസ്ഥ കാണുമ്പോൾ നമുക്ക് വല്ലാത്തൊരു ആത്മവിശ്വാസമാണ്, സന്തോഷമാണ്. 13-ാം വാർഡിലെ ശക്തമായിട്ടുള്ള പോരാട്ടം നടക്കുന്നു എന്നാണ് പറയുന്നത്, അങ്ങനെയാണോ? തീർച്ചയായും വലിയ ശക്തമായ മത്സരം എന്നൊന്നും പറയാനില്ല. കാരണം സിദ്ദിഖ എല്ലാവർക്കും സുപരിചിതനാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സിദ്ദിഖ വൻ ഭൂരിപക്ഷത്തിൽ ഈ വാർഡിൽ വിജയിക്കും എന്നുള്ളത് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. കാരണം ഒരുപാട് തെരഞ്ഞെടുപ്പുകളിൽ പങ്കെടുത്തിട്ടുള്ളതും മത്സരിച്ചും പരിചയസമ്പന്നനായിട്ടുള്ള ആളാണ്. അതുകൊണ്ട് ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ ചെയ്തു തീർക്കാൻ പറ്റുമെന്ന് ഞങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്. അത് ഇവിടുത്തെ വോട്ടർമാർക്കും അറിയാം. സിദ്ദിഖ എന്താണെന്നും ആരാന്നൊക്കെ ഇവിടുത്തെ വോട്ടർമാർക്ക് അറിയാം. അതുകൊണ്ട് തന്നെ ഈ വോട്ടർമാർ അത് ഉപയോഗിച്ച് തന്നെ വോട്ട് ചെയ്യുന്നതാണ് ഞങ്ങളുടെ ആത്മവിശ്വാസം. അപ്പോൾ പലരും പല ആവശ്യങ്ങളാണ് പറഞ്ഞിരുന്നത്. ഒരാൾ സ്ട്രീറ്റ് ലൈറ്റിനെ സംബന്ധിച്ച് പറഞ്ഞു, ചിലർ റോഡുകൾ പറയുന്നു, ചിലർ ലൈഫ് ഭവന പദ്ധതിയിൽ ഒരുപാട് പേർക്ക് വീട് കൊടുത്തിട്ടുണ്ട്, ഇനി കൊടുക്കാൻ ബാക്കിയുള്ള ആളുകൾക്കൊക്കെ ഇനി കൊടുക്കുമെന്നും പറയുന്നുണ്ട്. അതെ. അപ്പം നമ്മൾ ആവശ്യപ്പെടുന്നത് എന്തായിരിക്കും, എന്താണ്? തീർച്ചയായിട്ടും ഈ വാർഡിൽ കഴിഞ്ഞ 15-ാം വാർഡായിരുന്നു ഇതിൻ്റെ ഒരു ഏകദേശം ഭാഗങ്ങൾ മൊത്തം. ഈ വാർഡിൻ്റെ കുറച്ച് ഭാഗം മാത്രമേ ഇപ്പോൾ കയറിയിട്ടുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ മെമ്പർ UDFൻ്റെ മെമ്പറായിരുന്നു. അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ വളരെയധികം ഒട്ടനവധി വികസന പ്രവർത്തനങ്ങൾ ഈ വാർഡിൽ ചെയ്തു തീർത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി തുടർച്ച ഒരു വികസന തുടർച്ച തന്നെയാവും ഈ UDFൻ്റെ വിജയം. ഞങ്ങൾ പ്രധാനമായും മൂപ്പരോട് ആവശ്യപ്പെടുന്നതും ഇത്തരം ഭവന പദ്ധതികളും അതുപോലെ തന്നെ കുടിവെള്ളം, അതുപോലെ റോഡ്, അതേപോലെ കോൺക്രീറ്റ് പ്രവർത്തനങ്ങളൊക്കെ ഞങ്ങൾ ചെയ്ത് മൂപ്പരോട് ചോദിച്ചു വാങ്ങാനുള്ള ഒരു ഇതും കൂടി ഈ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാവും. സിദ്ദിഖ ജയിക്കും. എന്താണ് മുഖത്തെ ചിരിയെന്ന് നോക്കി? നല്ല സന്തോഷത്തോടെയാണ് പറയുന്നത്, ചിരിയോട് കൂടിയിട്ടാണ്. തീർച്ചയായിട്ടും. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ജയിക്കുമെന്ന് പറയാൻ കാരണം എന്താ? സിദ്ദിഖ ഇവിടെ എല്ലാവർക്കും പരിചയമുള്ള ആളാണ്. ആൾക്കല്ലാതെ അവിടെ ജയിക്കാൻ കഴിയില്ല. ആൾക്കല്ലാതെ വേറൊരാൾക്കൂടെ ജയിക്കാൻ കഴിയില്ല എന്ന് പറയുന്നു. സിദ്ദിഖ ജയിക്കും എന്ന് പറയാനുള്ള കാരണം എന്താ വെച്ചാൽ ജനങ്ങൾക്ക് സിദ്ദിഖനെ അറിയാം. പിന്നെ ഇപ്പോൾ ഒരു പഞ്ചായത്ത് എന്ന് പറയുമ്പോൾ പഞ്ചായത്തെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. പല ജനങ്ങൾക്കും ഒരുപാട് ആവശ്യങ്ങളുണ്ടാവും. ഒരു പഞ്ചായത്തിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് വളരെ തുച്ഛമായ ഫണ്ടായിരിക്കും. സ്വാഭാവികമായിട്ട് ഒരു മെമ്പർക്ക് ലഭിക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് ഒരു വാർഡിലെ കാര്യങ്ങൾ ഫിനിഷ് ചെയ്യാനും തീർക്കാൻ കഴിയില്ല. സ്വാഭാവികമായിട്ടും ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, MLA, MP തുടങ്ങിയ ഫണ്ടുകൾ ഉപയോഗിച്ചാണ് നമ്മൾ ഓരോ പ്രവൃത്തിയും ചെയ്യുന്നത്. സിദ്ദിഖനെ സംബന്ധിച്ചിടത്തോളം ആ ഒരു കണക്ഷനും ആ ഒരു ഫണ്ട് കൊണ്ടുള്ള ഒരു പ്രാപ്തിയും ഒരു പരിചയ സമ്പന്നതയുള്ളതാണ്. അതുകൊണ്ട് തന്നെ അതാണ് വിജയപ്രതീക്ഷ. അത് ജനങ്ങൾക്ക് അറിയാമെന്നുള്ളതാണ് നമ്മൾ ഒരു എന്താ പറയുക, ഒരു ധൈര്യം. ഖദീജ, തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. 11-ാം തീയതി തെരഞ്ഞെടുപ്പാണ്. 13-ാം വാർഡിൽ ആര് ജയിക്കും? UDF ജയിക്കും. എന്താണ് അങ്ങനെ പറയാൻ കാരണം? ജയിക്കട്ടെ എന്ന് വലിയ പ്രാർത്ഥനയാണ്. പിന്നെ അതുകൊണ്ട് നമുക്ക് വിജയമുള്ളൂ. ഇന്ന് ഇവിടത്തെ അവസ്ഥ പോലെ എല്ലാവർക്കും അറിയണമല്ലോ. UDFന്റെ ഭരണകാലത്ത് നമുക്ക് ആർക്കുന്നില്ല, എല്ലാവർക്കും ഒരേപോലെ ഗുണം ചെയ്തൊരു സ്ഥാനാർത്ഥി UDFന്റെ സ്ഥാനാർത്ഥി TP സിദ്ദിഖ്. അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ വിളിച്ചാൽ വെളിപ്പെടുത്തോടെ എത്തും. പിന്നെ നമുക്ക് എന്തൊരു ആവശ്യങ്ങൾ ഉണ്ടെങ്കിലും കഴിയുന്നത്ര മുപ്പത് സഹായിച്ചു തരും. നമ്മളിവിടെ അദ്ദേഹം വിജയിച്ചു വരികയാണെങ്കിൽ നമുക്ക് ആദ്യം ചെയ്തു തരേണ്ട ഒരു കാര്യം എന്താണ്? നല്ല നീതിപരമായ ഒരു ഭരണം കാഴ്ചവെക്കണം. എല്ലാ ആവശ്യം നോക്കും. അത് പാർട്ടി നോക്കാതെ ഞങ്ങൾ നോക്കാതെയും ഒക്കെ ഒരേ തുല്യമായിട്ടുള്ളൊരു അങ്ങനെയാണ് മൂപ്പരെ കൂടെ ഞങ്ങൾ കണ്ടിക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ജയിക്കുന്നു പറയുന്നത്.